This show is presented by Luvi. അവിടെ ഒരു ആഡ് കൊടുക്കാൻ വന്ന ഒരാൾ വന്നിട്ട് അവിടുത്തെ ക്ലർക്കിനോട് പറഞ്ഞു ഈ പുള്ളിനെ നമുക്കൊരു മോഡലായിട്ട് കിട്ടുമോ. അപ്പൊ ഞാന് അടിമുടി നടനാവണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ സെക്കൻഡും നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി പോയിട്ട്. അതിനുശേഷമാണ് അരിപ്പോം തിരിപ്പോം എന്നുള്ള ആൽബത്തിലോട്ടുള്ള എൻട്രി. ഓ സൈനബ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. ഓ സൈനബ എന്ന് പറഞ്ഞിട്ട് പഴയ കാമുകിയെ തേടി നടക്കുന്ന ഒരു സോങ് ഉണ്ടായിരുന്നു. ഈ സീരിയൽസ് ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടാക്കും, അങ്ങനെ ഒരു സംസാരം ഒരിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പെർഫോം ചെയ്ത് ആ ക്യാരക്ടർ വലുതായി. സാർ അത് നീട്ടി എഴുതിയത്. അതിന് എനിക്കും ഇടവേള ബാബു ചേട്ടൻ ജിപ്പി ചേച്ചിക്കും ഒക്കെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് സ്വീകരണമൊക്കെ. ജഗദീഷ് ശ്രീകുമാറിന്റെ കൂടെ അഭിനയിക്കുമ്പോഴും വീഴുന്ന കുറച്ച് സാധനങ്ങളൊക്കെ പുള്ളി അങ്ങനെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ പുള്ളിയും പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ലവനായ ഉണ്ട് ഒരു അങ്ങനത്തെ ക്യാരക്ടർ അതിൽ എനിക്ക് കിട്ടാതെ ചെയ്യാൻ. പക്ഷെ ഇതെല്ലാം എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റി ഇപ്പൊ. മല്ലു മൈക്കിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കാർത്തികേട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ സെറ്റിൽഡ് ആയിട്ടിരിക്കുന്നത് കാലിക്കറ്റ് ആണല്ലോ അല്ലെ? അതെ അതെ. സുഖമായിട്ടിരിക്കുന്നു. ചേട്ടൻ ഒരു ആക്ടർ മാത്രമല്ല, മാതൃഭൂമിയുടെ ഒരു എംപ്ലോയി കൂടെയാണ്. മാതൃഭൂമിയിൽ എനിക്ക് ജോലിയുണ്ട്. ഓക്കെ ചേട്ടൻ, അപ്പൊ എങ്ങനെ ഈ ആക്ടിംഗ് ലൈഫും ഈ ഒരു ജോലിയും കൂടെ എങ്ങനെ മാനേജ് ചെയ്തു? ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഷെഡ്യൂള് മാക്സിമം ഒരു 15 ദിവസമാണെങ്കിൽ അത് ഒരു ക്യാരക്ടറിന് ഒരു 6 ദിവസം 7 ദിവസമൊക്കെ ഉണ്ടാവുക. അപ്പൊ എനിക്ക് ഒരു സീരിയലും ജോലിയായിട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ മാതൃഭൂമിയുടെ മാനേജ്മെന്റ് എൻ്റെ ഒരു കലാപ്രവർത്തനത്തിന് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സപ്പോർട്ട് കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്നത്. ഓക്കെ ചേട്ടൻ കാണാൻ അച്ഛനെ പോലെയാണ് എന്നൊക്കെ ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അച്ഛൻ്റെയും ഫാമിലിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു കരിയർ ചൂസ് ചെയ്തപ്പോഴത്തേക്കും? നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ആദ്യം എല്ലാവരും ഉള്ള പോലെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു അനിശ്ചിതത്വത്തിൻ്റെ ഒരു ഫീൽഡാണല്ലോ. അപ്പം നമ്മൾ ജോലി വിട്ട് ഇറങ്ങി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വീട്ടിൽ പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് അറിഞ്ഞു തുടങ്ങി വന്നപ്പം കുഴപ്പമില്ല. എൻ്റെ ബ്രദർ അന്നും സപ്പോർട്ടായിരുന്നു. ഇപ്പം വൈഫെല്ലാം കൂടെ ഉണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. ഇപ്പം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഓക്കെ ചേട്ടൻ ഒരു ആഡിൽ കൂടെയാണല്ലോ ആദ്യമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വന്നത്. ആ സ്റ്റോറി ഒന്ന് പറയാമോ? അത് ഞാൻ ഓഫീസിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ആഡ് കൊടുക്കാൻ വന്ന ഒരാൾ വന്നിട്ട് അവിടുത്തെ ക്ലർക്കിനോട് പറഞ്ഞു ഈ പുള്ളിനെ നമുക്കൊരു മോഡലായിട്ട് കിട്ടുമോ. ഞാൻ ഒരു ടൂത്ത് പേസ്റ്റ് ഇറക്കുന്നുണ്ട് തലശ്ശേരിയിൽ നിന്ന്, ഒരു ടൂത്ത് പേസ്റ്റാണ്. അങ്ങനെ പോയിട്ടാണ് അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അടിമുടി നടനാവണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ സെക്കൻഡും നടക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇങ്ങനൊരു ഓഫർ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിപ്പോയിട്ട് അത് പിന്നെ സ്റ്റിൽ ആഡ് ആയിരുന്നു. അതിനുശേഷമാണ് അരിപ്പോം തിരിപ്പോം എന്നുള്ള ആൽബത്തിലോട്ടുള്ള എൻട്രി. അതിനുശേഷം ഞാൻ ഓ സൈനബ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. ഓ സൈനബ എന്ന് പറഞ്ഞിട്ട് പഴയ കാമുകിയെ തേടി നടക്കുന്ന ഒരു സോങ് ഉണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് ഈ മലബാർ ഏരിയകളിൽ അന്ന് ഈ ആൽബങ്ങളുടെ ഒരു കുത്തിയിറക്കമായിരുന്നു. അങ്ങനെ കുറെ 2-3 ആൽബങ്ങളൊക്കെ അഭിനയിച്ച സമയത്താണ് ഈ അരിപ്പോ തിരിപ്പോ സജി മിലേനിയത്തിന്റെ അരിപ്പോ തിരിപ്പോല് ഞാൻ പിയാപ്ലായിട്ട് വന്നത്. അത് പിന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ടേക്ക് ഹിറ്റായി ആ പാട്ട്. ഉഷാ ഉതുപ്പൊക്കെയുള്ള പാട്ടായിരുന്നു. സോ ചേട്ടൻ മാതൃഭൂമിയിലെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെ. സോ ചേട്ടൻ എങ്ങനെ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണോ? വായിക്കാൻ വേണ്ടി ഈ ഒരു ബിസി ഷെഡ്യൂളിൽ ടൈം കണ്ടെത്താറുണ്ടോ? വായന ഉണ്ട്. വായന ഒരു പരക്കുള്ള വായനയില്ല, എന്നാലും നല്ല ഈ ബുക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ എടുത്ത് വായിക്കാറുണ്ട്. ഒരു വലിയൊരു വായനക്കാരനല്ല, ചെറിയൊരു വായനക്കാരനാണ്. ഓക്കെ ചേട്ടൻ മെയിനായിട്ട് ഇപ്പോൾ സീരിയൽസ് ആണല്ലോ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീരിയൽ കാണുന്ന ഒരാളാണോ ചേട്ടൻ? സീരിയൽ കാണാറുണ്ട്. പിന്നെ എല്ലാ സീരിയലുകളൊന്നും നമ്മളുടെ സമയപരിമിതികൾ കൊണ്ട് കാണാറില്ല. ഞാൻ അഭിനയിച്ച സീരിയലും പിന്നെ നല്ല കൊള്ളാമെന്ന് പറയുന്ന സീരിയലുകളൊക്കെ കാണാറുണ്ട്. അതിന് വേണ്ടി അങ്ങനെ ഇരിക്കാറില്ല. ഓക്കെ ചേട്ടാ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒക്കെ ഒരു കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലി ഫുള്ളായിട്ടിരുന്ന് സീരിയൽസ് കാണും. അല്ലെങ്കിൽ ഒരു ഏജ് കാറ്റഗറൈസേഷൻ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് സീരിയൽസ് കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂത്തിന്റെ ഇടയിൽ സീരിയൽസിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. അങ്ങനെ സീരിയൽസ് കാണുന്ന യൂത്ത് വളരെ കുറവാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിരുന്നത്? എന്താണ് ചേട്ടൻ അതിനെ പറ്റി ഒരു? അത് കാലഘട്ടത്തിന്റെ മാറ്റം തന്നെയാണല്ലോ. പണ്ട് ഞാനും അച്ഛനും അമ്മയും കുട്ടികളും അടക്കുന്ന ഒരാളാണല്ലോ സിനിമ സീരിയൽ TV-ന്റെ മുന്നിലിരുന്ന് കാണുന്നത്. ഇപ്പം എൻ്റെ മോളൊന്നും സീരിയൽ കാണുകയില്ല.
അവർക്ക് അവരുടേതായ ഫോണിൽ അവരുടേതായ സീരീസുകളും അതൊക്കെ കാണുന്നത്. ഇപ്പം കുറച്ചുകൂടെ പ്രായത്തിൽ ഒരു 40-ന് ശേഷമുള്ള ആൾക്കാരാണ് സീരിയലുകളിലേക്ക് പോണത്. പിന്നെ അവരിരുന്ന് കാണുമ്പം കൂടെ ഈ പിള്ളേരിരുന്ന് കാണുന്നേ ഉള്ളൂ. അങ്ങനെ ഇതിനു വേണ്ടിയിരിക്കുന്ന ഒരു യൂത്ത് ഉണ്ടായിരിക്കാം, പക്ഷെ പണ്ടത്തെ അത്ര ഇല്ല, കുറവാണ്. അവർക്ക് വേറെ മേഖലകളിലേക്കാണ് അവരുടെ താല്പര്യങ്ങൾ. സീരിയൽസിന്റെ മേക്കിംഗ് ഇതിന് എന്തെങ്കിലും ഒരു റോള് വഹിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ കണ്ടന്റിലൊന്നും വലിയൊരു മാറ്റമില്ലാതെ പോകുന്നു. ചില സീരിയലുകളൊക്കെ ഉണ്ടെന്നല്ലാതെ അതിനെ എടുക്കുന്ന രീതിയൊക്കെ ഇപ്പോഴും അവർക്ക് അവരുടെ മുന്നിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ മുന്നിലില്ല. അപ്പം ഇത് കാണുമ്പം അവർക്ക് ചിലപ്പം യൂത്തിന് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല, ആ മേക്കിങ്ങിൽ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതിങ്ങനെ തന്നെ എടുക്കുന്നതാണ് മറ്റു പല പ്രേക്ഷകർക്കും ഇഷ്ടം. അതായത് പ്രായമുള്ളവർക്കൊക്കെ ഇത് ഈ രീതിയിൽ കാണുന്നത് തന്നെയാണ് ഇഷ്ടം. പിന്നെ ഇതിൻ്റെ ഒരു ഈ ചാനലിന് കിട്ടുന്നതും പ്രൊഡ്യൂസർക്ക് കിട്ടുന്നതിൻ്റെ ഫണ്ടിൻ്റെയും കൂടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊരു വലിയ രീതിയിൽ ഈ ഒരു സീരിയൽ നമുക്ക് സിനിമ എടുക്കണ പോലെ എടുക്കാൻ പറ്റില്ല. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഒരു സീരിയലൊക്കെ പുറത്തു വരുന്നത്. രാവിലെ തൊട്ട് 6 മണി തൊട്ടിട്ട് വരുന്ന ആൾക്കാരുടെ അധ്വാനം ഉണ്ട് അതിൻ്റെ പിന്നിൽ. കുറച്ച് കാശ് കൊണ്ട് രാത്രി 9:30 വരെ പണിയെടുക്കുന്ന കുറേ ആൾക്കാരും, അതിൻ്റെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഓക്കെ ചേട്ടാ, ഈ സീരിയൽസ് ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടാക്കും, അങ്ങനെ ഒരു സംസാരം ഒരിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? സീരിയൽസ് നോർമലി ഇപ്പം നമ്മൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അതൊരു അഡിക്ഷൻ ആവുന്നു, അപ്പം നമുക്ക് ഇനിയും കൂടുതൽ എപ്പിസോഡ്സ് കാണാനുള്ളൊരു അതുണ്ട്. അത് അഡിക്ഷൻ സ്വാഭാവികമായിട്ട്. ഇപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോവിഡ് ടൈമിൽ ഈ ചില എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതെ സീരിയൽ മാത്രം കാണുന്ന വീടുകളിലെ ആൾക്കാർ പറഞ്ഞു, നിന്റെ സീരിയൽ കണ്ടിപ്പോൾ അഡിക്ഷനായി മനുഷ്യന്, ഇപ്പം ആ സമയമാകുമ്പോഴേക്കും ഇപ്പം ഓടി എത്താറാണ്. അപ്പം അഡിക്ഷൻ്റെ അത് അടുത്തത് എന്തായി എന്ന് അറിയാനുള്ള ഒരു സ്വാഭാവികമായിട്ടും ഉണ്ടാവും മനുഷ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സീരിയൽസ് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു നല്ല സന്ദേശം കൊടുക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ എന്തെങ്കിലും സീരിയലിലൂടെ നമുക്ക് നമ്മുടെ തോട്ട്സ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡയറക്ടേഴ്സിന്, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സന്ദേശമൊന്നും കൊടുക്കാനൊന്നും അല്ല സീരിയലുകളൊന്നും ഉണ്ടാക്കുന്നത്. ആ സമയത്ത് കാണുക, അത് മറക്കും. അല്ലാതെ ഒരു സമൂഹത്തിനെ ഉദ്ധരിക്കാം നന്നാക്കാന്നൊന്നും കരുതിയിട്ട് ഒരു സീരിയലും എടുക്കുന്നില്ല എന്നാണ്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു എന്റർടൈൻമെന്റ് അല്ലേ. ഓക്കെ, ചേട്ടൻ ശ്രീ ഗുരുവായൂരപ്പനിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ചേട്ടൻ്റെ ഫാമിലി ഇന്റർവ്യൂവിൽ ഫാമിലി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായിരുന്നു അവരുടെ ഫേവറേറ്റ് ക്യാരക്ടർ. സോ ആ ഒരു ക്യാരക്ടറിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അത് ഏത് ഇയർ ആയിരുന്നു ചേട്ടാ? അത് എനിക്ക് തോന്നുന്നു 2008, 2009 കാലഘട്ടത്തിലായിരിക്കും. ഞാൻ അന്ന് ചാൻസ് ഒക്കെ അന്വേഷിച്ച് ഓരോ ഡയറക്ടേഴ്സിനെ പോയി കാണും. അങ്ങനെ പോയിട്ട് കണ്ടതായിരുന്നു വയലാർ മാധവൻകുട്ടി എന്ന് പറഞ്ഞ പഴയ ഹിറ്റ് സീരിയലുകൾ എടുത്ത്, ഒരുപാട് ഹിറ്റ് സീരിയലുകൾ എടുത്ത ഡയറക്ടറാണ്. പല ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കാണുമ്പോൾ നമുക്ക് നോക്കാം അടുത്ത പ്രോജക്റ്റ് വരട്ടെ എന്നൊക്കെ പറയും. പക്ഷേ പുള്ളി എന്നെ നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു, നമ്പർ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ വീട്ടിലെത്തിയ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടുന്ന് വിളി വന്നു. അതും ഇതുപോലെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഒരു ഗുരുവായൂർ അമ്പലത്തിലെ കീഴ്ശാന്തിയായിട്ട് അഭിനയിക്കാൻ വേണ്ടി പോയത്. പക്ഷേ പെർഫോം ചെയ്ത് ആ ക്യാരക്ടർ വലുതായി. സാർ അത് നീട്ടി എഴുതിയത്. അതിന് എനിക്കും ഇടവേള ബാബു ചേട്ടൻ ചിപ്പി ചേച്ചിക്കും ഒക്കെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. അതൊരു സ്ത്രീകളോട് കുറച്ച് താല്പര്യം കൂടുതലുള്ള ഒരു കോമിക് ഒരു അതായത് ഒരിപ്പിച്ച് നടക്കുന്ന അമ്പലത്തിൽ തൊഴാൻ വരുന്ന പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന ഒരു നമ്പൂതിരി. ആള് ഇന്നസെന്റ് ആണ്, പക്ഷെ കുറച്ച് പഞ്ചാറുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഓക്കെ ചേട്ടൻ ഇങ്ങനെ സെറ്റിലൊക്കെ ഇങ്ങനെ ചാൻസ് ചോദിച്ച് പോകാറുണ്ടോ? ഇപ്പോഴും അങ്ങനെ പോകാറുണ്ടോ? ഇപ്പോൾ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, കാരണം ഞാനിപ്പോൾ അത്യാവശ്യം അറിഞ്ഞു തുടങ്ങി. ചാൻസ് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പണ്ടൊക്കെ നമുക്ക് അറിയില്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ഫാമിലി നല്ലല്ലോ വരുന്നത്, എനിക്ക് അറിയില്ല ഇത് എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ വഴികൾ നമ്മൾ കൈ പിടിച്ച് ഉയർത്താൻ ആരും ഇല്ലല്ലോ. അപ്പം ഡയറക്റ്റ് പോയി ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പം പിന്നെ നമ്മളെ എല്ലാവർക്കും അറിയാം ഒരുവിധം. അപ്പോൾ ഒരു ക്യാരക്ടർ ആലോചിക്കുമ്പോൾ എൻ്റെ പേരും ഓർക്കാറുണ്ടെന്ന് പലരും പറയാറുണ്ട്. എങ്കിലും ഞാൻ ചോദിക്കും, കാണുമ്പോഴൊക്കെ ചോദിക്കും. ഓക്കെ, ചേട്ടൻ ഇപ്പോൾ പറഞ്ഞല്ലോ ചേട്ടൻ മാതൃഭൂമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഇങ്ങോട്ട് വന്ന ഒരു ചാൻസ് ആണ് അങ്ങനെ ഒരു ആഡ് വന്നത്. ഇപ്പൊ അങ്ങനെ ഒരു ചാൻസ് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ചേട്ടൻ ഒരു പക്ഷെ മാതൃഭൂമിയിൽ ഒരു എംപ്ലോയി ആയിട്ട് മാത്രം തുടരുമായിരുന്നു? അതോ ചേട്ടൻ്റെതായ ഒരു എഫേർട്ട് ഇട്ടിട്ട് ഈ ആക്ടിങ് ഫീൽഡിലേക്ക് വരാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? ഒരു കുട്ടിക്കാലത്തെ തൊട്ടുള്ള ഒരു ഡ്രീം? എന്തായാലും ഇങ്ങോട്ട് വന്നതല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പുറകെ പോയിരിക്കും. കാരണം എനിക്ക് പ്രായം, അതായത് അറിവ് തൊട്ടിട്ട് സിനിമ കാണാൻ തുടങ്ങിയ കാലം തൊട്ട്, സിനിമ എൻജോയ് ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ടിട്ട്
ഒരു നടനാവണം എന്ന് എൻ്റെ മനസ്സിൽ വളരെ അടിയുറച്ചിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അത്. അപ്പം അത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ വേറെ ഏതെങ്കിലും വഴി കൂടെ തന്നെ ഞാൻ വരുമായിരുന്നു. ഓക്കെ, ഈ ഒരു ആഗ്രഹത്തിന് സ്കൂൾ ടൈം എന്തെങ്കിലും ഒരു സപ്പോർട്ട് തരിക, അല്ലെങ്കിൽ മീൻസ് നാടകങ്ങളിലൊക്കെ അഭിനയിക്കുക, അങ്ങനെ ഒരു സപ്പോർട്ട്? സ്കൂൾ ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എനിക്ക് അഭിനയിക്കണം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് പറയാൻ തന്നെയുള്ള ഒരു മടിയായിരുന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ. പിന്നെ കല്യാണത്തിന് ശേഷമാണ്, കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മോളായതിനു ശേഷമാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്കൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത് തന്നെ. ഓക്കെ, ശരിക്കും ചേട്ടൻ ഇത്രയും വർക്കൊക്കെ ചെയ്തത് കല്യാണത്തിന് ശേഷമാണ്. കല്യാണത്തിന്റെ ടൈമിൽ ചേട്ടൻ അത്ര ഫേമസ് ആയിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മോൾ ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ആൽബങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ ഓക്കെ. സോ അത് വൈഫിന് എങ്ങനെ ആ ഒരു ചേഞ്ച് വൈഫിന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ആദ്യം ഒരു അത്ഭുതമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നൊരു വർക്ക്, ജോലി ഉണ്ടാവുമ്പോൾ അത് നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. അല്ലാതെ പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, അല്ലാതെ വേറെ പ്രശ്നം. ഇപ്പം എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, ചേട്ടൻ്റെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ ബൈജു എന്നുള്ള ക്യാരക്ടർ. സോ ആ ഒരു ക്യാരക്ടറിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഷൂട്ടിങ്ങിലോ ഒരു 1 ഡേ ഷൂട്ടിങ്ങിനോ അങ്ങനെ പോയിട്ട് പിന്നെ ലോങ് ആയിട്ട് അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോയതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, അത് സ്ക്രിപ്റ്റിൽ തന്നെ ഒരു മണ്ടൻ ക്യാരക്ടറായിരുന്നു. അപ്പം മണ്ടൻ ക്യാരക്ടറിനെ എങ്ങനെ അതിന് ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് അത് സീരിയലിൽ എഴുതുന്ന ഒരു രീതിയാണല്ലോ. നമ്മുടെ തെക്കോട്ടേക്കുള്ളൊരു കൊല്ലം തിരുവനന്തപുരം ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അതിനെ കോഴിക്കോട് ശൈലിയിലേക്ക് മാറ്റി. എന്നിട്ട് കുറച്ച് നമ്മുടെ എൻ്റെ ആ ആക്ടിങ് കൂടെ ആ ഒരു മണ്ടത്തരത്തിലേക്ക് കൊണ്ടുവന്ന്. ഓക്കെ, ചേട്ടൻ അതിനിപ്പോ ഈ ഒരു ചേട്ടൻ പറഞ്ഞിട്ടായിരുന്നു ചേട്ടന് വിക്ക് ഉണ്ട് സംസാരിക്കുമ്പോൾ. അപ്പൊ ഈ ഒരു ക്യാരക്ടറിലേക്കും ചേട്ടൻ ആ വിക്ക് ഈ ക്യാരക്ടറിന് ഞാൻ വിക്ക് കൊടുത്തു. ഞാൻ ഇപ്പം വിക്കി കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഡബ് ചെയ്യാറ്. ചില സമയത്ത് ഡബ് ചെയ്യുമ്പോൾ വിക്ക് വരില്ല, പക്ഷെ എന്നാലും ഞാൻ അവിടെ വിക്കിയിട്ടുണ്ടാവും. അപ്പൊ ഞാനത് ഡബിൽ അത് വിക്കി ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാറത്. ഓക്കെ, അതില് തന്നെ ചേട്ടന്റെ ലുക്ക് ഇപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുന്നത് കാട്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കാണല്ലോ. ഹെയർ ഒക്കെ ഇങ്ങനെ മിഡിലായിട്ട് പാർട്ടീഷൻ ചെയ്ത്. സോ അങ്ങനെ ഒരു ലുക്ക് അത് ചേട്ടന്റെ ഒരു കയ്യിൽ നിന്നിട്ട് ഒരു ഇംപ്രൂവൈസേഷൻ ആണോ അതോ ഡയറക്ടർ? അത് മേക്കപ്പ് മാൻ്റെ ഒരു ഇതാണ്. മേക്കപ്പ് മാൻ സുനിൽ പുഞ്ചക്കരിയാണ് ഈ ക്യാരക്ടർ എങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഡയറക്ടർക്ക് എന്നെ ചെയ്തിട്ട് കൊണ്ടേ കാണിച്ചപ്പോൾ പുള്ളി ഇത് ഓക്കെയാണ്, ഇത് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ക്യാരക്ടർ അങ്ങനെ പിടിച്ചത്. ഓക്കെ, ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ആദ്യം ഈ ബൈജു എന്നുള്ള ക്യാരക്ടർ ആദ്യം ഉണ്ടായിരുന്നെക്കാട്ടിലും ഇപ്പൊ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. കോസ്റ്റ്യൂമിലാണെങ്കിലും ഇപ്പൊ ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ, ലുക്കിലാണെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അത് കഥ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചേഞ്ച് ആണോ അതോ ചേട്ടൻ തന്നെ ഒരു നാച്ചുറലി അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നതാണോ? അത് കഥ ഡിമാൻഡ്. കഥയില് ഇയാള് നായകനായ കിരണിന്റെ കൂടെ കൂടിയിട്ട് കിരൺ ഇയാളെ മണ്ടത്തരങ്ങളെല്ലാം മാറ്റി കുറെ ഉത്തരവാദിത്തങ്ങൾ കേൾപ്പിച്ചു. അയാളായിട്ട് നന്നാക്കി കൊണ്ടുവന്നത്. അയാളും കല്യാണിയും കൂടിയാണ് ഈ ബൈജുവിനെ നന്നാക്കി അവരുടെ വീട്ടിൽ ഒരാളെ പോലെ, അവരുടെ സ്വന്തം ഒരു ബ്രദറെ പോലെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങളാണ് അവിടെ കണ്ടത്. അത് സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണത്. ഓക്കെ, ഫസ്റ്റ് ചേട്ടൻ്റെ ആ ഒരു കഥയിലേക്കുള്ള ഒരു എൻട്രി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്കൻഡ് ഹീറോ എന്നുള്ള ഒരു പരിവേഷമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ചേട്ടൻ എങ്ങനെയായിരുന്നു ഫീൽ വന്നത്? ലൈക്ക് കുറച്ചും കൂടെ റെക്കഗ്നേഷൻ കിട്ടി ആ ക്യാരക്ടറിന്, കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്ന് പിന്നെ ഒരു സീരിയലിലോട്ടുള്ള ഒരു ശരിക്കും ഒരു എൻട്രി അന്നേരമാണെന്ന് നമുക്ക് പറയാം. ആ ടൈമിലായിരുന്നല്ലോ. അപ്പോൾ ഒരു സെക്കൻഡ് നായകൻ അങ്ങനെ ഒരു ഫെയിമിലോട്ട് വന്നപ്പോൾ എന്തായിരുന്നു ചേട്ടൻ്റെ ഒരു ഫീൽ വന്നത്? നമ്മളെ ഇപ്പം എൻ്റെ ഈ ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഒരുവിധം ആൾക്കാർ പലതും കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ അപകടം പറ്റിയിരിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ പലർക്കും എന്താ പറയുക, എനിക്ക് നമ്മൾ അറിയാത്ത ആൾക്കാർ പോലും പള്ളികളിൽ പോയിട്ട് വഴിപാട് കഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദുവാ ചെയ്യാം, മോന് വേണ്ടി ഞങ്ങൾ ദുവാ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഒരു സ്ത്രീ, ഞാനൊരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോന് വേണ്ടി ഞാൻ അമ്പലത്തിൽ എണ്ണ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ നമ്മളറിയാത്ത കുറേ ആൾക്കാർ നമ്മളെ ഈ ക്യാരക്ടറിനെ കണ്ടിട്ടാണ് സ്നേഹിക്കുന്നത്. അത് ഭയങ്കര ഒരു ഇതാണ്. അവരൊന്നും ആഗ്രഹിക്കാതെയാണല്ലോ നമ്മളെ സ്നേഹിക്കുന്നത്, നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയയും കൂടെ ഇപ്പോൾ ഇത്രയും ഇതായതുകൊണ്ട് എൻ്റെ പറ്റിയ ആക്സിഡൻറ്റ് എല്ലാം അവർ അറിയുന്നുണ്ട്. അപ്പോൾ അത് ആ ക്യാരക്ടറോടുള്ള ഒരു ഇഷ്ടം തന്നെയാണത്. അത് സെക്കൻഡ് ഹീറോ ആയതുകൊണ്ടോ അതായതുകൊണ്ടല്ല, ആ ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടറോടുള്ള ആൾക്കാർക്കുള്ള ഇഷ്ടമാണത്. അതെ അതെ. ചേട്ടൻ അപ്പോൾ ആക്സിഡന്റ് ഉണ്ടായിന്ന് പറഞ്ഞല്ലോ, 2024 ഫെബ്രുവരിയിലായിരുന്നു. അത് ഈ മൗനരാഗം ഷൂട്ടിന്റെ കഴിഞ്ഞ് വരുന്നത് ഞാൻ ട്രെയിൻ കയറാൻ പോകുമ്പോൾ ഒരു ബസ് വന്ന് ഇടിക്കുകയായിരുന്നു. ഓക്കെ, ആ ഒരു ടൈമിൽ ലൈഫ്
ഇതിന് മുന്നേ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഡിഫറെന്റ് ആവുകയാണല്ലോ ആ ഒരു പോയിന്റിൽ. സോ ആ ടൈമിൽ ചേട്ടൻ്റെ കൂടെ നിന്നിട്ട് കൂടെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത ആരൊക്കെയാണ്? എൻ്റെ ഫാമിലി, എൻ്റെ വൈഫ്, അച്ഛൻ, അമ്മ, ബ്രദർ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഈ മൗനരാഗം ഹോൾ ടീം, അതിൻ്റെ പ്രൊഡ്യൂസർ, എല്ലാവരും എൻ്റെ ഒപ്പം. എൻ്റെ ഓഫീസിലും പ്രത്യേകിച്ചും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം മാതൃഭൂമി, എല്ലാം കൊണ്ടും ആളായിട്ടും ഫിനാൻഷ്യലായിട്ടും എല്ലാം കൊണ്ടും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രാർത്ഥനയും ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ ഇത്രയും പെട്ടെന്ന് വന്നത്. ഞാൻ ഒരു ഫെബ്രുവരി പറ്റിയിട്ട് അടുത്ത ഓണം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഷെഡ്യൂൾ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു 9-10 മാസത്തെ ഒരു കിടപ്പ് ഞാൻ ഉണ്ടായിട്ട്, പക്ഷേ ഈ ഒരു പരിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ കിടന്നു പോകുമെന്ന് കരുതും. പക്ഷേ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും എനിക്കും തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹവും എല്ലാം കൂടി ഒരു 10 മാസം കൊണ്ട് തന്നെ എനിക്ക് റിക്കവർ ആവാൻ പറ്റിയത്. ഓക്കെ, ചേട്ടൻ തിരിച്ചു വന്നപ്പോൾ സെറ്റില് പൂക്കൾ തരിക, പടക്കം പൊട്ടിക്കുക, കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ, അതായത് ചേട്ടന്റെ ടീമിലുള്ള ആൾക്കാർക്ക് ചേട്ടനോടുള്ള ഒരു സ്നേഹമാണല്ലോ അവിടെ. തീർച്ചയായിട്ടും സെറ്റിൽ അങ്ങനെയാണോ? നല്ല കമ്പനി ഭയങ്കര. ഇപ്പൊ നമ്മളെ പറയില്ലേ, ഒരു ഫാമിലിനെ പോലെ, ശരിക്കും ഫാമിലിനെ പോലെ തന്നെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും തമാശയും എല്ലാം ഉണ്ടാവും. നമ്മളൊരു കുടുംബം. കാരണം ഇതിപ്പോ 7ാമത്തെ വർഷമാണ് മൗനരാഗം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ പിന്നിട്ട് സീരിയലായിട്ട് മൗനരാഗം മാറി മലയാള സീരിയലുകളിൽ. അപ്പം നമ്മൾ ഈ ഓഫീസ് പോണ പോലെ തന്നെയുള്ള ഒരു മറ്റൊരു പരിപാടി തന്നെയാണ് ഇത് സീരിയൽ, അവിടെ പോവാന്നുള്ളത്. അപ്പൊ അവിടുത്തെ ഒരാളാണ് ഞാനല്ലെങ്കിൽ അവിടുത്തെ ആരായാലും ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും അവർക്കും ഉണ്ടാവുക. എല്ലാവരും ഒരു കുടുംബം തന്നെയാണ് അവിടുത്തെ. അത് ചായ കൊടുക്കുന്ന ആള് തൊട്ടിട്ട് മുകളിലുള്ള ഡയറക്ടർ, പ്രൊഡ്യൂസർ വരെ അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് എല്ലാവരും. ഈ സെറ്റിൽ ചേട്ടന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അത് പറഞ്ഞാൽ ഒരാൾ പിണങ്ങും. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും ഇല്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിഡന്റ് ഉണ്ടായ ടൈമിലാണ് ബീന ചേച്ചിയുടെ ഒക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ മനസ്സിലായത്. സോ ബീന ചേച്ചിയായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? ബീന ചേച്ചിക്കായിട്ട് എനിക്ക് അതിന്റെ മുന്നേ തന്നെ ഉണ്ട്. ഇപ്പൊ ഞാൻ മെറിലാൻഡില് പുരാണ സീരിയലുകൾ അഭിനയിക്കുന്ന കാലം തൊട്ടേ ബീന ചേച്ചിയായിട്ടുള്ള ബന്ധമുണ്ട്. അന്ന് തൊട്ടേ ബീന ചേച്ചിനെ അറിയാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു, അപ്പൊ ആ സീരിയലിൽ അഭിനയിക്കുന്ന അമ്മച്ചിയില്ലേ, നമ്മുടെ പ്രകാശന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന പ്രകാശൻ, ബാലാജി, ബീന ചേച്ചി കഴിഞ്ഞാൽ പിന്നെ സീനിയർ ആയിട്ടുള്ള ഒരാള് ഞാനാ അതില്. നമുക്ക് ഒരുപാട് ഇത്രയും വർഷത്തെ ഇത്, ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പം ബീന ചേച്ചിയായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. ബീന ചേച്ചി, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ നേരത്തെ എനിക്ക് ഫോൺ വന്നിട്ട് ബീന ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ട് തേങ്ങല് വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ഭയങ്കര ലവിങ് ആണ് എല്ലാവരും. ഓക്കെ ചേട്ടാ, ഈ ഒരു ടൈമിൽ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഭയങ്കര സ്നേഹിച്ച് നിന്നിട്ട് ചേട്ടന് ഒരു ആവശ്യം വന്നപ്പോഴത്തേക്കും അങ്ങനെ എന്നെ ഒഴിവാക്കി, അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്? അങ്ങനെയൊന്നും ആരും ഉണ്ടായിട്ടില്ല എനിക്ക്. അങ്ങനെയൊക്കെ പറയും, നമുക്കിപ്പോൾ ഒരു അപകടം വരുന്ന സമയത്താണ് നമുക്ക് നല്ല ആൾക്കാരെ മനസ്സിലാവുക എന്നൊക്കെ. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറുമില്ല. കാരണം എനിക്ക് അപകടം വന്ന സമയത്ത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് എൻ്റെ ഒപ്പം നിന്നത്. ഞാൻ അറിയാത്ത ആൾക്കാരാണ് എൻ്റെ കൂടെ വന്നത്. നമ്മളെ സീരിയലിൽ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കൂടെ നിന്നിട്ട് ഒരാൾ നമ്മളെ നോക്കിയില്ല എന്ന് പറയുന്നതിൽ ഒന്നും പരാതി പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. ഇതൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. മറ്റേ ഞാൻ കാണാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കിത് കണ്ടാൽ മതി. ഞാൻ മറ്റേതിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഓക്കെ ചേട്ടൻ, പിന്നെ ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞല്ലോ, ബൈജു എന്നുള്ള ക്യാരക്ടർ ഒരു മണ്ടൻ ക്യാരക്ടർ എന്ന് പറയുമല്ലോ. സോ ആരെങ്കിലും ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. സോ ആരെങ്കിലും ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ശരിക്കും പൊട്ടനാണോ അതോ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണോ? അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ ഇയാൾ ശരിക്കും മണ്ടനാണ് എന്നുള്ളൊരു, ഞാൻ ഞാനും വൈഫും കൂടെ പോകുമ്പോൾ ഒരു സ്ത്രീ ഉണ്ട് പറയുന്നു, ഇത് കല്യാണം കഴിച്ചിട്ടുണ്ടോന്ന്. അപ്പോൾ കല്യാണമൊക്കെ കഴിക്കാനുള്ള പ്രാപ്തി ഉണ്ടോ കേൾക്കുന്നുണ്ടോ ഒരു ചോദ്യം മനസ്സിലുണ്ട്. എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ശരിക്കും. അല്ല, എന്നോടൊന്നല്ല, എന്നെ പരിചയമുള്ളവരോട് ചോദിച്ചിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ തന്നെയാണോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലെജൻസിന്റെ കൂടെ, അതായത് ജഗതി ചേട്ടൻ്റെ കൂടെ, നെടുമുടി വേണുചേട്ടൻ്റെ കൂടെ, അങ്ങനെ ലെജൻസിന്റെ കൂടെ അഭിനയിച്ചല്ലോ. അതും സ്റ്റാർട്ടിങ് തന്നെ. ശരിക്കും അതൊരു ഭാഗ്യം, എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത്. സോ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അവരുടെ അടുത്തുനിന്ന് കുറെ പഠിക്കാൻ പറ്റിയോ? ആ ഒരു എക്സ്പീരിയൻസ്? അല്ല, പഠിക്കാനൊന്നും പറ്റില്ല. ഞാൻ അവരെ അഭിനയിക്കുന്നത് ക്യാമറയുടെ പുറകിൽ പോയി നോക്കി നിൽക്കും. പിന്നെ അവര് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു തരും എനിക്ക്. ഇപ്പൊ വേണുചേട്ടൻ്റെ കൂടെ ശ്രീ ഗുരുവായൂരപ്പനിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വയലാർ മാധവക്കുട്ടി സാറിന് എന്നെ കുഞ്ഞാലി മറിക്കാന്ന് പറഞ്ഞ സീരിയലോ. അപ്പൊ നമ്മൾ പറയുമ്പോൾ
അതിൻ്റെ ടൈമിങ്, നടത്തത്തിൻ്റെ താളം ഒക്കെ വേണിച്ചേട്ടൻ അത് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വന്ന് നോക്ക്, അത് ഈ രീതി പറഞ്ഞു നോക്ക് എന്ന് പുള്ളി അങ്ങനെയൊക്കെ പറയിപ്പിക്കും. ജഗദീഷ് ശ്രീകുമാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴും വീഴുന്ന കുറച്ച് സാധനങ്ങളൊക്കെ പുള്ളി അങ്ങനെ, ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞതാണ്, അങ്ങനെയൊക്കെ പുള്ളിയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ സോ ചേട്ടൻ ഇപ്പോൾ ഈ ഒരു ബൈജു എന്ന ക്യാരക്ടറിന് ഏഷ്യാനെറ്റിൻ്റെ അവാർഡ്സിൽ ചേട്ടൻ്റെ ബെസ്റ്റ് കൊമേഡിയൻ ആയിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയിരുന്നല്ലോ. അപ്പം എങ്ങനെയായിരുന്നു അത്? എക്സ്പെക്റ്റഡ് ആയിരുന്നോ? അത് പ്രതീക്ഷിച്ചായിരുന്നോ? അത് ഭയങ്കര സംഭവമായിരുന്നു. അത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് അവാർഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അവാർഡ് കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോയത്. പക്ഷെ കുറേ കഴിഞ്ഞിട്ടും അവാർഡിനെ വിളിക്കുന്നേ ഇല്ല. ഞാൻ വിചാരിച്ചു ഇനി ഉണ്ടാവില്ല, കഴിഞ്ഞിട്ടുണ്ടാവും. ഏകദേശം അവാർഡൊക്കെ കൊടുത്ത് കഴിയാറായി. അവസാനം ഉണ്ട് എന്നെ വിളിക്കുന്നത്, ഞെട്ടിപ്പോയി. അതും ഈ കമൽഹാസനും മലയാള സിനിമയിലെ ലെജൻസൊക്കെ ഇരിക്കുന്ന വേദിയിൽ എൻ്റെ പേര് വിളിച്ചിട്ട്, നമ്മൾ ടി വിയിൽ, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടി വിയിൽ മാത്രമാണ് ഇത്ര അവാർഡ് ഷോസ് കണ്ടത്. അതിൽ നമ്മളെ പേര് വിളിച്ച് ഫുൾ ക്യാമറയൊക്കെ നമ്മുടെ കൂടെ വന്ന് അതിലേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര സ്വപ്നതുല്യമായ അവസ്ഥയായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. ഫാമിലിയിൽ നിന്നൊക്കെ എല്ലാവരുടെയും ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എല്ലാവർക്കും ഭയങ്കര അഭിമാനം. ഇപ്പം എൻ്റെ അച്ഛനായാലും അമ്മയ്ക്കായാലും എല്ലാവർക്കും നമുക്ക് എൻ്റെ മകനല്ല ഇത് എന്ന് പലരും പറഞ്ഞു ചോദിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അഭിമാനവും തന്നെയാണല്ലോ ഉള്ളത്. ഓക്കെ, ഇപ്പം മൗനരാഗം സീരിയലിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചേട്ടൻ പോകാറുണ്ടോ? ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ? എന്താണ്? ഞാനിപ്പോൾ 2 മാസത്തോളമായി ഇപ്പോൾ പോയിട്ട്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് കാലിൽ പിന്നെയും പഴുപ്പ് വന്നു. അപ്പോൾ എനിക്ക് അവിടെ തുടരാൻ പറ്റാതെയായി. അപ്പം കുറച്ചുകൂടെ കാലിൽ റെസ്റ്റ് വേണം. അതുകൊണ്ട് ഞാൻ ഇപ്പം ഈ ഷെഡ്യൂളും കൂടെ വീട്ടിലിരുന്നിട്ട് അടുത്ത ഷെഡ്യൂൾ തൊട്ട് പോവും. പിന്നെ ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ചേട്ടൻ്റെ ആക്സിഡന്റിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് അങ്ങനെ. സോ ആ ഒരു സൗഹൃദം ചേട്ടൻ എങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരാളാണോ? ഇപ്പൊ ആക്സിഡന്റ് ആയ ടൈമിൽ തന്നെ സുഹൃത്തുക്കൾക്ക് ചേട്ടൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുക്കളാണ് എനിക്ക് ഒപ്പം അവിടെ. ഇപ്പൊ വൈഫിന് ഇപ്പൊ എങ്ങോട്ടേയും പോവാണ്ടെങ്കിലൊക്കെ എൻ്റെ കൂട്ടുകാർ തന്നെയാണ് വന്നിരിക്കാറ്. എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ കൂട്ടുകാർ തന്നെയാണ് ചെയ്തു തരാറ്. അവരാണ് എനിക്കൊരു, എൻ്റെ ബർത്ത്ഡേക്കാണെന്ന് തോന്നുന്നുണ്ട്, ഒരു സുജയ് എന്ന് പറഞ്ഞൊരു ക്യാമറാമാൻ എനിക്ക് ഈ സാധനം എഡിറ്റ് ചെയ്തിട്ട് അവൻ എൻ്റെ കൂടെ ഫിസിയോതെറാപ്പിക്ക് വരും. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ആദ്യം തൊട്ടേ വന്നിട്ട് ഞാൻ വരുന്നതും പിന്നെ റിക്കവർ ആയതുമുള്ള എല്ലാ വീഡിയോസും അവൻ എടുത്തിട്ട് ഒരു ദിവസം എനിക്ക് അയച്ചു തന്നത്. അത് ഓക്കെ, സോഷ്യൽ മീഡിയനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ ചേട്ടൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ എങ്ങനെയാണ് ചേട്ടൻ ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണോ? ഒത്തിരി ട്രാവൽ ചെയ്യാറുള്ള ഒരാളാണോ? എനിക്ക് ഇപ്പം ട്രാവൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. എനിക്കിപ്പോൾ കാലിന് ബുദ്ധിമുട്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ട്രാവലിനെ പറ്റി ഒറ്റയ്ക്കുള്ളൊരു യാത്ര, ഈ മേഘാലയ, ചിറാപുഞ്ചി, ആസാം ഭാഗത്തേക്ക് ഒരു ട്രാവൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ചേട്ടൻ്റെ ഒരു ആക്ടിങ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ലൈഫിൽ ചേട്ടൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചേട്ടനോട് ഇപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു മെമ്മറി എന്താ? പെട്ടെന്ന് ഒരു ആക്ടിങ്, എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടിയത് തന്നെയാണ് എൻ്റെ ലൈഫിലുള്ള ആദ്യം എൻ്റെ ഓഫീസിൽ മാതൃഭൂമി കുറേ സീരിയലുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേഘം, അപ്പോൾ ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞ സീരിയലാണ് ഏറ്റവും അവസാനമായിട്ട് ചെയ്തത്. അപ്പം എനിക്കിതിലൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് ആദ്യമായിട്ട് എന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലൊരു വേഷമുണ്ട് എന്ന് പറഞ്ഞത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് കിട്ടിയതും ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ആൾക്കാർ സ്വീകരിച്ചതെല്ലാം ഓരോ സമയത്തും വളരെ സന്തോഷവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൂമെന്റ്സ് തന്നെയാണ് എനിക്ക് ഉണ്ടായത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരുപാട് മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ലൈക്ക് നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്തിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കി, അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങൾക്ക് പോയപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ക്യാരക്ടർ ചെയ്യാൻ തന്നെ 2-3 ആൾക്കാരൊക്കെ വന്നിരിക്കും അവിടെ. പിന്നെ വിളിച്ചിട്ട് ഇല്ല എന്നൊക്കെ പറയും അവർ, ഇന്നില്ല. പിന്നെയും കുറച്ച് ദിവസം നമ്മളെ നടത്തിച്ച് നമ്മളെ ലൊക്കേഷനിൽ വെറുതെ നിൽക്കും, ജോലിയെല്ലാം കളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അത് ഈ സിനിമയുടെ സ്വഭാവമാണത്. പകുതി വഴി ട്രാവൽ ചെയ്തിട്ട് പറയും ഇല്ല കേട്ടോ, നിങ്ങളില്ല, ഞങ്ങൾ ഷൂട്ടിംഗ് മാറ്റി വെച്ചു എന്നൊക്കെ പറയും. ഇത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിപ്പം ഇതിലൂടെ കടന്നു പോകാത്തതായിട്ട് ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഡൗൺ ഒന്നും ആവില്ല. നമുക്ക് ഇതിനോടൊരു ക്രൈസ് ഉള്ളത് കൊണ്ട് ഇനി ഡൗൺ ആയാൽ തന്നെ വീണ്ടും പൊന്തി വരും.
ഡൗൺ ആയിട്ട് ഒരു കാര്യമില്ല. ഡൗൺ ആയിട്ട് ആരും നമ്മളെ പിടിച്ചു പോകും, നമ്മൾ തന്നെയും പൊങ്ങി വരാനുള്ളൂ. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നല്ല അനുഭവങ്ങളും എൻ്റെ കൂടെ വരും, അത് ഉറപ്പാണ്. ഓക്കെ ചേട്ടാ, അൻസിബയുടെ കൂടെ നായകനായിട്ടൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മൂവിയുടെ വിശേഷങ്ങളൊന്നും പറയാമോ? അത് അൻസിബേനെ അവിടെ നിന്നാണ്, ആ ലൊക്കേഷൻ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഞാൻ ഇതുപോലെ ചാൻസ് ചോദിച്ചിട്ട് പോയതായിരുന്നു. ഇന്ദുലേഖ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പീരിയോഡിക്കൽ സിനിമയായിരുന്നു അത്. ഒരു മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ഒരാൾ ഡയറക്റ്റ് ചെയ്തത്. അപ്പം ഞാൻ അവിടെ ചാൻസ് ചോദിച്ച് പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു തെങ്ങിൻ്റെ മുകളിൽ ചാരി നിൽക്കുക. അപ്പോൾ എന്നോട് പറയണു, നിങ്ങൾ ഡയറക്ടർ വിളിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഡയറക്ടർ എന്നെ എന്തിനാണ് വിളിക്കുന്നത്, ഞാൻ കാണാനാണല്ലോ നിൽക്കുന്നത്. ഇവിടെ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, മുടി ഇത്ര എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പം മുടിയെല്ലാം തല വരെ എടുക്കുന്നുള്ളൊരു സ്ഥിതിയിൽ ഇത് ഇരിക്കില്ലേ. ഞാൻ പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു വന്നു, എന്നെക്കൊണ്ട് കോസ്റ്റ്യൂം ഇടിപ്പിച്ചു, ഡയലോഗ് പറയിപ്പിച്ചു. ഒന്ന് ഓക്കെ ആണെന്ന് പറഞ്ഞു. അതായത് മാധവനായിട്ട് വന്ന ആ പയ്യൻ കുറച്ച് ജിമ്മായിട്ടുള്ള ഒരാളാണ്. പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്നെ അവർ കണ്ടപ്പോൾ എന്നെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചതാണ്. അതാണ് എൻ്റെ ഒരു അങ്ങനെയാണ് അൻസിബിയായിട്ട് അവിടുന്ന് പരിചയപ്പെടുന്നത്. ആ ഇതിൽ ചാൻസ് ചോദിക്കാൻ പറ്റും അതിൻ്റെ നായകനായി. ചേട്ടനപ്പോൾ ഇപ്പം എന്തെങ്കിലും വേറെ മൂവീസ് കമ്മിറ്റ് ചെയ്യുന്നുണ്ടോ? ആ ഒരു പ്ലാൻ എങ്ങനെയാണ്? ഇപ്പം അങ്ങനെ മൂവീസോ ഒന്നും ഇല്ല. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് സീരിയൽസ് തന്നെയാണെന്നാണ് തോന്നുന്നത്. മൂവീസ് നമ്മൾ അങ്ങോട്ട് വേണ്ടി ട്രൈ ചെയ്ത് എനിക്ക് എൻ്റെ ജോലി ഇതും കൂടെ മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരു സംഗതിയൊക്കെ വരണം. ഞാൻ അതിന് വേണ്ടി അങ്ങനെ ട്രൈ ചെയ്യുന്നൊന്നുമില്ല. വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാന്നുള്ളൊരു മൂഡിലാണ്. സീരിയൽ തന്നെയാണ് എൻ്റെ ലക്ഷ്യം കൂടെ പോണത്. ഓക്കെ ചേട്ടൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അഭിനയം നമ്മൾ ശരിക്കും പഠിക്കണം. അങ്ങനെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അത് ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡ് പഠിക്കുന്നത് പോലെ തന്നെ അഭിനയവും പഠിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? എനിക്ക് പഠിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവണമെന്ന് ഇപ്പോഴാണ് മനസ്സിലാവണത്. അഭിനയം പഠിക്കണം എന്തായാലും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ക്യാമറമാൻ ആവണമെങ്കിൽ ക്യാമറ അസിസ്റ്റൻ്റ് ആവണം, ഡയറക്ടർ ആവണമെങ്കിൽ ഡയറക്ടറുടെ കൂടെ നിൽക്കണം. അഭിനയിക്കുന്ന ആൾക്ക് മോഹം മാത്രം മതി, നേരെ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുക ചെയ്യുന്നത്. അത് പോരാ, അത് പഠിക്കണ്ടേ വേണം, പഠിച്ചിട്ട് വരണം. അങ്ങനെ ഒരു പഠിച്ചതും പഠിക്കാത്തതുമായ ആൾക്കാരുടെ അഭിനയത്തിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസിനെ കുറിച്ചിട്ട് എനിക്ക് അത് നല്ല മാറ്റം ഉണ്ടാവും. കാരണം ഒരിക്കൽ നടൻ ശ്രീനിവാസനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് ചാടാൻ പറ്റും, കറക്റ്റായിട്ട് ഒരു ഇതിലേക്ക് ചാടാം. പക്ഷെ ഒരു വളയത്തിനുള്ളിൽ കൂടെ ചാടണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടണം. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കൃത്യമായി, അല്ലെങ്കിൽ നമ്മൾ ചാടും അവരും ചാടും. കൃത്യമായിട്ട് ചാടണമെങ്കിൽ അതിനുള്ള ട്രെയിനിങ് തന്നെ വേണം. അപ്പോൾ ട്രെയിനിങ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ അഭിനയിച്ച് ശീലമായിട്ടും പിന്നെ അതിന് ഇപ്പം കുറേ സ്ഥലത്ത് കുറേ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ, വർക്ക്ഷോപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ 2-3 വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ജ്യോതിഷ് എം ജി എന്ന് പറഞ്ഞൊരു ശ്രീനാരായണ ആക്ടിങ് സ്കൂളിലെ ആക്ടിങ്ങിൻ്റെ ഹെഡാണ് പുള്ളിയുടെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്ട് ലാബിലൊരു 3 ദിവസത്തെ പരിപാടി. അതുകൊണ്ടൊന്നും കാര്യമില്ല, നമ്മൾ എന്തായാലും കുറെ കാലം പഠിക്കന്നെ വേണം. അപ്പോൾ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയെ പോലെ തന്നെ എല്ലാവരും മെഗാസ്റ്റാർ മമ്മൂട്ടി പറഞ്ഞു കേട്ടില്ല, ഞാൻ ഇപ്പോഴും തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. സോ ചേട്ടൻ ഈ ഒരു ഫീൽഡിൽ ചേട്ടൻ ഒരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുകയാണെങ്കിൽ ആരെ പറയും? എന്നെ ഗോഡ് ഫാദർ എന്ന് പറയുകയാണെങ്കിൽ എന്നെ വയലാർ മാധവൻകുട്ടി സാറാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളും എന്നെ ഇതിലേക്ക് കൈപിടിച്ച് ഉയർത്തിയതും എല്ലാം. ഫസ്റ്റത്തെ സീരിയല് ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞ സീരിയലാണ്. പക്ഷെ നമുക്ക് അഭിനയത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് പിന്നെ ഹരീഷ് പാരഡി, അവരൊക്കെ ഹരീഷ് ഏട്ടനും ഞാനും ഈ ഗുരുവായൂരപ്പനിൽ അഭിനയിക്കുമ്പോൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും റൂമിലാണ് താമസം. അപ്പം ഞാൻ പുള്ളിയുടെ റൂമിലായിരിക്കും അധികം. പുള്ളി ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് തന്നെയായിരിക്കും പല ഇതും. പുള്ളിയുടെ അടുത്തും കുറേ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഈ ശ്രീ ഗുരുവായൂരപ്പനിലെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു നമ്പൂതിരി ക്യാരക്ടറാണല്ലോ. അപ്പോൾ ചേട്ടന് വരുന്ന കൂടുതൽ ക്യാരക്ടേഴ്സും ആ ഒരു രീതി, അതായത് ഒരു പുരാണ കഥാപാത്രങ്ങളിലേക്ക് അങ്ങനെ മാത്രം ഒതുങ്ങിപ്പോയി അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? കാരണം പുരാണത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരെ സാധാരണ സോഷ്യൽ സീരിയലിലേക്ക് പണ്ട് വിളിക്കാറില്ലായിരുന്നു. പിന്നെ എൻ്റെ മുഖവും ഏകദേശം ഈ പുരാണ മുഖമാണ്. ഒരു നല്ലവനായ ഉണ്ണിയുടെയും നല്ല ഒരു അങ്ങനത്തെ ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് കിട്ടാറില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല എന്നുള്ള സമയം നമുക്ക് തെളിയിക്കാൻ പറ്റി. ഇപ്പം നമ്മളെ സിനിമേന്റെയും സീരിയലിലൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാള് ക്യാരക്ടർ എന്താണോ ചെയ്യുക അതായത് മാറ്റി കൊടുക്കില്ല.
അതിൽ അവർ റിസ്ക് എടുക്കാൻ നിൽക്കില്ല. അയാൾ അങ്ങനെയാണെങ്കിൽ ഒരു പോലീസുകാരൻ അങ്ങനെയാണെങ്കിൽ ആ പോലീസുകാരന് സ്ഥിരം അയാൾ തന്നെയാണ്. ഞാനൊരു മണ്ടൻ ചെയ്താൽ ഏത് മണ്ടൻ ക്യാരക്ടർ വന്നാലും അങ്ങനെ വിളിക്കുക. This show is presented by Luvi.